സംസ്ഥാനത്ത് മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം വെറും വാക്കിലൊതുക്കി വനം വകുപ്പ്. സൗരോർജ്ജ വേലിയുടെ വ്യാപനവും മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷണവും ഒരുക്കുമെന്ന പ്രഖ്യാപനവും ഇപ്പോഴും വനാതിർത്തിയോട് ചേർന്നുള്ള ഭൂരിഭാഗം ജനവാസ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടില്ലാത്തതാണ് ദുരന്ത തീവ്രതയേറുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ വന്യജീവി ആക്രമണങ്ങളിൽ മാത്രം കേരളത്തിൽ 7 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. 14 വർഷത്തിനിടെ വന്യജീവി ആക്രമണങ്ങളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 1500-ലധികം മനുഷ്യജീവനുകൾ. വയനാട്ടിൽ മാത്രം 7 വർഷത്തിനിടെ കടുവ കൊന്നത് 8 പേരെ. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്കിടയിലെ ഇടവേള കുറയ്ക്കുന്നതും മണിക്കൂറുകൾക്കിടയിൽ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതും സ്ഫോടനാത്മകമായ സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ തയ്യാറാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സോളാർ വേലികൾ മിക്കതും തകർന്ന അവസ്ഥയിലാണ്. വേലി സ്ഥാപിച്ച സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാത്തതാണ് ഇവയൊക്കെ നശിക്കാൻ കാരണം. പുതിയ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും പാഴുവാക്കായി. ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്ന ഭാഗങ്ങളിൽ കിടങ്ങുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പലയിടത്തും ഇത് നിലച്ച അവസ്ഥ. മൃഗങ്ങൾ ഭക്ഷണം തേടി നാട്ടിലേക്ക് വരാതെ കാട്ടിൽ തന്നെ ഭക്ഷണം ലഭിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിനുള്ള പദ്ധതികൾ, കേന്ദ്രം നൽകിയ ധനസഹായം, വനാതിർത്തികളിൽ സ്ഥാപിച്ച ഫെൻസിംഗിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ വനം വകുപ്പിന്റെ കയ്യിലില്ലെന്നതും വീഴ്ചകൾക്ക് ആക്കം കൂട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.